13-കാരിയുടെ ജീവൻ രക്ഷാ ദൗത്യത്തിന്റെ ഭാഗമായി ആയൂരിൽ നിന്നും കൊല്ലം വരെ 20 മിനിറ്റിൽ ആംബുലൻസ് ഓടിച്ചെത്തിയ ഡ്രൈവർ അരുൺ രാജിന് അഭിനന്ദന പ്രവാഹം. കഴിഞ്ഞ ദിവസമാണ് അങ്കമാലി സ്വദേശി ബിൽജിത്തിന്റെ ഹൃദയം 13-കാരിയായ ആവണി കൃഷ്ണയ്ക്ക് മാറ്റിവെക്കുന്നതിനുള്ള ശസ്ത്രക്രിയ നടന്നത്. ഏരൂർ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ഫോൺ സന്ദേശത്തെ തുടർന്നാണ് അരുൺ രാജ് കൊല്ലത്തേക്ക് എത്തിയത്. അലയമൺ സ്വദേശിനി 13-കാരി ആവണി കൃഷ്ണയുടെ ജീവൻ രക്ഷാ ദൗത്യത്തിന് കൊല്ലം വരെ ആംബുലൻസ് 20 മിനിറ്റിൽ ഓടിച്ച ഡ്രൈവർ ഏരൂർ സ്വദേശി അരുൺ രാജിനാണ് അഭിനന്ദന പ്രവാഹം. ഉച്ചയ്ക്ക് 2:30 അരുണിന് ഏരൂർ പഞ്ചായത്തിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നത്. എമർജൻസിയാണ്, ആയൂരിൽ എത്രയും വേഗം എത്തണം എന്ന് മാത്രമാണ് പറഞ്ഞത്. അവിടെ എത്തിയപ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവം അരുൺ അറിയുന്നത്. ആദ്യം എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ എത്തിക്കാനായിരുന്നു തീരുമാനിച്ചത്. പിന്നീട് റോഡ് മാർഗം ഇത്രയധികം ദൂരം പോകുന്നത് കുട്ടിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന് മനസ്സിലായതിനെ തുടർന്ന് ലിസി ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ട്രെയിൻ മാർഗം ആവണിയെ എറണാകുളത്തെത്തിക്കാൻ തീരുമാനിച്ചത്. വലിയ ജീവൻ രക്ഷാ ദൗത്യത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ദിനമായിരുന്നു അതെന്നും അരുൺ രാജ് പറയുന്നു. ഈ ദൗത്യത്തിൽ ഒരു പങ്കാളിയാവാൻ പറ്റിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. ആവണി മോള് ആദ്യം തന്നെ സുഖം പ്രാപിച്ചു വരട്ടെ. ഇതെനിക്ക് പഞ്ചായത്തിൽ നിന്ന് എനിക്ക് അറിയിപ്പ് ലഭിക്കുകയും ഉടൻ തന്നെ ആയൂരെത്തണമെന്ന് പറയുകയും ആയൂരെത്തി കഴിഞ്ഞപ്പോഴത്തേന് ഇതേപോലെ കുഞ്ഞിനെയും കൊണ്ട് പോകണം. അത് ആദ്യം റോഡ് മാർഗമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അത് പിന്നെ മാറ്റി പിന്നെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. അന്നേരം അതിലും കൊണ്ടുപോകണമെന്നുള്ളൊരു ഇത് മെസ്സേജ് ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയതിൻ്റെ ഭാഗമാണ് വന്ദേ ഭാരത് പോകാമെന്നുള്ളൊരിത് വന്നത്. അന്നേരം ഇതിനു വേണ്ടി ബഹുമാനപ്പെട്ട MP, കൊല്ലം MP, അതേപോലെ അവിടെ പുനലൂർ MLA, പിന്നെ ഏരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്, ഇവരെല്ലാം നല്ല രീതിയിൽ അതായത് അതേപോലെ തന്നെ കേരള പോലീസ് അവരാണ് എത്രയും ഈ 23-24 മിനിറ്റ് കൊണ്ട് അവിടെ എത്താനുള്ള ഒരു വഴിയൊരുക്കി തന്നത് കേരള പോലീസാണ്. അതേപോലെ തന്നെ റോഡിലെ മറ്റ് വാഹനയാത്രികർ എല്ലാവരുടെയും ഒരു സഹായത്തോടു കൂടിയാണ് ഇത്രയും സമയത്തിനുള്ളിൽ കുഞ്ഞിനെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാൻ പറ്റിയതും അവിടെ നിന്ന് ലിസി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റിയതും. ഈ എല്ലാവർക്കും മാധ്യമങ്ങളായാലും എല്ലാവർക്കും എൻ്റെ ഒരു അഭിനന്ദനങ്ങൾ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.